നമസ്കാരം, ഞാൻ ടോഷ്മാസ് കിച്ചൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്ന കരിമീൻ പൊള്ളിച്ചതാണ്. കരിമീൻ പൊള്ളിച്ചത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ് അല്ലേ. മിക്കവാറും ഷാപ്പുകളിലും അതുപോലെ ചില ഷാപ്പുകളൊക്കെ ഈ കരിമീൻ പൊള്ളിച്ചെന്ന് പറഞ്ഞ ഈ ഡിഷിൻ്റെ പേരിൽ മാത്രം വളരെ ഫേമസ് ആയിട്ടുള്ള ഷാപ്പുകളും അതുപോലെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഈ കരിമീൻ പൊള്ളിച്ച് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഈ കരിമീൻ പൊള്ളിച്ച് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഇത് കരിമീനാണ്. ഇതൊരു 5 കരിമീൻ എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് ഉപ്പ്, വിനാഗിരി ഇതെല്ലാം ചേർത്ത് ഒത്തിരി മുരിക്കാതെ ഒന്ന് വറുത്ത് വെച്ചേക്കുന്നതാണിത്. ഇനി നമുക്ക് വേണ്ടത് സവോള കൊത്തിയരിഞ്ഞതാണ്. ഞാനിവിടെ സവോള കൊത്തിയരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്നുള്ളി എടുക്കാം. ചുമന്നുള്ളി നീളത്തിലരിഞ്ഞ് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇഞ്ചി തൊലി കളഞ്ഞ് നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതൊരു വലിയ കഷ്ണം. വെളുത്തുള്ളി ഒരു 8 അല്ലി തൊലി കളഞ്ഞ് നീളത്തിലരിഞ്ഞത്. പച്ചമുളക് വേണം, ഒരു 4 പച്ചമുളക് 2ആയിട്ട് പിളർന്നത്. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഇത് വേണം ഒരു 2 ടീസ്പൂൺ. ഇനി നമുക്ക് കുരുമുളക് പൊടി വേണം 1 ടീസ്പൂൺ. ഉപ്പ് പാകത്തിന്. ഇത് കൊടംപുളിയാണ്, മീൻപുളി, അതൊരു 2 ഇതള്. ഇനി വിനാഗിരി കുറച്ച്, കടുക്, ഉലുവ ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല കട്ടി തേങ്ങാപ്പാൽ, 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഉണ്ട്. പിന്നെ ഇത്രയാണ് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം, പിന്നെ വാഴയില വാട്ടിയത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രം ചൂടാക്കാം. ഈ പാത്രം ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പം നമുക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയും പൊട്ടിക്കാം. നമുക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു നുള്ള് ഉലുവയും ചേർക്കാം. നമുക്കിനി ഉലുവ ചേർക്കാം. ഒരു നുള്ള് ഉലുവ മതി. ഉലുവ നമുക്ക് അറിയാം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പ്പ് രസം വരും. അപ്പം അതുകൊണ്ട് ഉലുവ ഒരു നുള്ള് തന്നെ മതി. ഇനി നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് വേണം. ഇതൊരു 4 സവോളയുണ്ട്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. നിങ്ങൾക്കറിയാലോ ഈ കരിമീൻ പൊള്ളിച്ചെന്ന് പറയുമ്പം വാഴയിലയിൽ നമ്മൾ അത് മീൻ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് വാഴയിലയിൽ പൊതിയുവാണ്. അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് അതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ച് വേണം. അപ്പോൾ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവോള കൊത്തി അരിഞ്ഞതൊക്കെ നല്ല തിക്ക് മസാല ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവോള കൊത്തി അരിഞ്ഞ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. ഉലുവ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവോള ചേർക്കാം. ഈ സവോള വഴന്ന് വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർക്കാം. ഇത് നമ്മുടെ സവോള, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, സവോള കൊത്തിയരിഞ്ഞതായിരുന്നു, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 2-3 കുഞ്ഞ് സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ വറ്റൽമുളക് പൊടി ചേർക്കണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ഒരു 3 സ്പൂൺ ചേർത്തു. കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കണം. നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല മൂത്താലാണ് ശരിക്കും ഈ മുളക് പൊടിയുടെയും അതുപോലെ മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കൊടംപുളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ഇതള്, 2-3 ഒരു ചെറിയ ഇതളുകൂടി ഉണ്ട്, അത് ചേർക്കാം. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കണം.
കുറച്ച് വിനാഗിരിയും കൂടിയും ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടിയും ചേർക്കുക. ഒരല്പം വെള്ളം ചേർത്താൽ മതി, ബാക്കി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും വിനാഗിരിയും അതുപോലെ തന്നെ മസാലകളും എല്ലാനുമുള്ള നല്ല ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ. ഇത് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതാണ്, ഇത് ഇടാം. ഇനി ഈ തേങ്ങാപ്പാലൊന്ന് വറ്റി ഈ മസാലയൊന്ന് തിക്കായിട്ട് ഈ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് തീ കുറച്ച് തന്നെ ഇട്ടേക്കുവാണ്. ഇതിനി ഒന്ന് ഇതിൻ്റെ ഗ്രേവി ഒന്ന് പറ്റിയതിന് ശേഷം വേണം നമുക്കിത് വാഴയിലയിൽ പൊതിയാനായിട്ട്. നമ്മളിത് കുറച്ച് സമയമായി ഇതിൻ്റെ ഗ്രേവിയൊക്കെ പറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് പറ്റിയിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയോട് ചേർക്കാം. കറിവേപ്പില വാടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പില ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചു. കറിവേപ്പില വാടിയിട്ടുണ്ട്. ഞാനിതാ ഈ മീൻ പൊള്ളിച്ചത് പൊതിയാനുള്ള ഇലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇലയൊന്ന് വാട്ടി അതിൻ്റെ നടുക്കത്തെ തണ്ടൊന്ന് കുറച്ചൊന്ന് കളഞ്ഞതാണിത്. നമുക്ക് മീൻ ഓരോന്ന് വീതം ഇങ്ങനെ അധികം പൊടിഞ്ഞു പോകാതെ കുറച്ച് സൂക്ഷിച്ചൊന്ന് എടുക്കാം. എന്നിട്ട് മീൻ ഇങ്ങനെ ഇലയിലോട്ട് വെക്കുക. ഈ ഇല ഇങ്ങനെയൊന്ന് മടക്കുക, 2 സൈഡിൽ നിന്നും മടക്കുക. നല്ലോണം ഇല നല്ലതായിട്ട് റാപ്ഡായിട്ടുണ്ട്, ഈ മീൻ നല്ലതായിട്ട് റാപ്ഡായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന്, ഇതിപ്പോൾ കെട്ടാനായിട്ട് പ്രത്യേക രീതികളൊന്നുമില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ നമ്മളൊന്ന് കെട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച ഫിഷ് മസാല ഇങ്ങനെ വാഴയിലയിൽ, വാട്ടിയ വാഴയിലയിൽ വാഴനാരൊക്കെ വെച്ച് പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ഒരു ചീഞ്ചട്ടിയിലോ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. നന്നായിട്ട് ചൂടാക്കി ഒന്ന് മൊരിച്ചെടുക്കണം. നമുക്കിനി ഇത് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് നമ്മൾ കരിമീൻ പൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ട് കുറച്ച് സമയമായി. ഇല നല്ല പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിടാം. ഈ സൈഡും കൂടി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. നമുക്ക് ഈ സൈഡും കൂടി ആവാൻ വേണ്ടി കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കും. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് നമ്മൾ മറിച്ചിട്ട് എന്നിട്ട് കുറച്ച് സമയമായി, ഇതായിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. നമുക്ക് ഒരെണ്ണം എടുത്ത് തുറക്കാം. ഇതാ ഈ നമുക്ക് തുറക്കാം. നല്ല ഡ്രൈ ആയിട്ട് മസാലയൊക്കെ പുരണ്ട് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് നല്ല ചൂടായി നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെ പുരണ്ട് ഉപ്പും പുളിയും എല്ലാം ഉള്ള
നല്ലൊരു നാടൻ വിഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. മറ്റൊരു റെസിപ്പിയുമായ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്. വ്യത്യസ്തമാർന്ന രുചിക്കൂട്ടുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തൂ.